അപ്പം നമുക്ക് ഗ്യാസൊക്കെ കിട്ടാൻ പോവുകയാണ്. അങ്ങനെ പെട്രോളും ഡീസലിൻ്റെയും വിലയൊക്കെ കുറയാൻ പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സാധനങ്ങളിലൊക്കെ കുറച്ച് വില കയറിയിട്ടുണ്ടായിരുന്നില്ല യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ആ ഒരു അതൊക്കെ മാറാൻ പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല കാലം വരും എന്ന് പ്രതീക്ഷിക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ട്രംപ് ഇന്നലെ ചൈനയിൽ പോയിട്ടുണ്ട്. കാരണം എന്താണ്, ഇറാനിൽ ഹോർമൂസ് കടൽ അടച്ചിരിക്കുകയാണല്ലോ. അതേപോലെ തന്നെ എല്ലാ കപ്പലുകളും വരാൻ അവർ മറ്റേ ടോൾ പിരിവ് ഉണ്ടായിരുന്നു. അത് ഏകദേശം പറയാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണി അനുസരിച്ച് ഏകദേശം 8 കോടിയോ 10 കോടിയോ അതേപോലെ 5 കോടി അങ്ങനെയൊക്കെ അവർ എമൗണ്ട് കൊടുത്തിട്ടാണ് ഓരോ കപ്പൽ ആ ഒരു ഹോർമൂസ് കടലിടുക്ക് വഴി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ യുദ്ധം നടക്കുന്ന മുന്നേ, ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനും കൂടിയിട്ടുള്ള യുദ്ധം നടക്കുന്ന മുന്നേ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കപ്പലും വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നമുക്ക് ഗ്യാസും പെട്രോളും അതേപോലെ യാതൊരു ക്ഷാമവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ യുദ്ധം തുടങ്ങി പകുതി ആകുമ്പോഴത്തേനും അവർ ഇറാന് ഹോർമൂസ് കടലിടുക്ക് അടച്ചു അല്ലേ. അപ്പോൾ അമേരിക്കയ്ക്ക് പിന്നെ അത് തുറക്കാൻ ഒരു വഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഇറാൻ ആ ഒരു ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അതിലിപ്പോൾ കുറച്ച് കപ്പലുകൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോൾ പിരിവ് കൊടുത്തിട്ടാണ് കുറച്ച് കപ്പലുകളെ അവർ കടത്തി വിടുന്നത്. അല്ലാതെ മറ്റേ ആഫ്രിക്കൻ വഴിയോ ആ ഒരു വഴിയൊക്കെ ചുറ്റി ഇതാവും പറയുമ്പോൾ അത് ഈ ഹോർമൂസ് കടലെടുക്കില്ല ആ ടോൾ പിരിവില്ലേ, ആ ഒരു എമൗണ്ടും അതിനെയും വെച്ചിട്ട് കൂടുതൽ എമൗണ്ടൊക്കെ ചിലവ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ വഴിയൊന്നും ആരും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ വഴി തന്നെ ടോൾ പിരിവ് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 10 കപ്പൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ വരിക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 കപ്പലൊക്കെയാണ് വരാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അത്രയും എമൗണ്ട് അവിടെ കെട്ടിവെച്ച് വരണ്ടേ. അപ്പോൾ ഇത് ട്രംപിന് ഭയങ്കര ഒരു അടിയായിരിക്കുകയാണ്. ട്രംപിന് എന്ത് ചെയ്താലും, അതേപോലെ ട്രംപിൻ്റെ അമേരിക്കയുടെ കപ്പലൊക്കെ പുറംകടലിൽ നിർത്തിയിട്ട് വരുന്ന കപ്പലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ട്രംപ്. ഒരു കപ്പലിന് ഇനി ഞങ്ങൾ കടത്തി വിടില്ല, ഒരാളിനും സമ്മതിക്കില്ല. അതേപോലെ തന്നെ ഹോർമൂസ് കടലെടുക്കുക ഒന്നും ഞങ്ങൾ ഇനി അവിടുന്ന് വരുന്ന എല്ലാം ഞങ്ങൾ അടിച്ച് നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഫെയിലിയറാണ്. അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഇത് വന്നിട്ടില്ല. പക്ഷേ ട്രംപ് എന്ത് പറയുന്നു പറഞ്ഞിട്ട് ആകെ ട്രംപിന് എന്താ പറയേണ്ടത് പറഞ്ഞിട്ട് ട്രംപിന് തന്നെ അറിയുന്നില്ല. ട്രംപ് ഇന്നൊരു കാര്യം പറയും, നാളെ ഒരു കാര്യം, നാളെയല്ല ഇന്ന് പറഞ്ഞാൽ അടുത്ത മണിക്കൂർ കഴിഞ്ഞാൽ വേറെയാണ് പറയുന്നത്. ട്രംപിന് തന്നെ ആകെ ടെൻഷനായിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റുള്ള യൂറോപ്യൻ നാടുകളൊക്കെ അല്ലേ, അമേരിക്ക കൂടാതെ മറ്റുള്ള അമേരിക്കയുടെ കൂടെ ചേർന്ന നാടുകളൊക്കെ ഉണ്ടാകുന്നില്ല, അതൊക്കെ ട്രംപിനടുത്ത് ചോദിച്ച് ട്രംപിന് ആകെ പ്രഷറാണ്. മനസ്സിലായി? ഇതെങ്ങനെയെങ്കിലും അവസാനിക്കണേ, യുദ്ധം ഏത് കാലത്ത് കൊണ്ടുപോയി കാല് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ട്രംപിന് ആകെ ടെൻഷനാണ്. പക്ഷെ ട്രംപ് യുദ്ധം ചെയ്യാൻ പോണെങ്കിൽ മുമ്പ് തന്നെ അമേരിക്കത്തെ മറ്റേ നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു യുദ്ധം നിരീക്ഷിക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്, അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യുദ്ധം നിങ്ങൾക്ക് എന്തായാലും പ്രശ്നം വരും, യുദ്ധത്തിന് പോകണ്ട എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇസ്രായേലിൻ്റെ ഒരു സമ്മർദ്ദം വഴങ്ങിയിട്ടാണ് ട്രംപ് യുദ്ധത്തിന് പോയി എന്നുള്ളത് ഇപ്പം നമ്മൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അതേപോലെ ലോകരാജ്യങ്ങൾക്കൊക്കെ അറിയാം. അല്ലാതെ ഇപ്പോൾ ഇറാനെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇറാൻ ആരിനെ ഉപദ്രവിക്കാനോ ആരിനെ ഈ ബോംബിടാനോ ആരുടെ ഇത് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ എന്തുകൊണ്ട് അവർ അടിക്കാൻ നിന്നു? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ നമ്മൾ വഴിയെ ഓരോ വീഡിയോസായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ട്രംപ് അടിച്ചു ഇല്ലേ, അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ട് ഇറാൻ അടിച്ചു. ആ യുദ്ധമൊക്കെ ഏകദേശം ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുന്നു തന്നെ ഉള്ളൂ, വെടിനിർത്തൽ നിർത്തി വെച്ചിരിക്കുന്നു എന്നുള്ളൂ. പക്ഷേ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇതിലൊരു ചതി പറ്റിയത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിലേക്ക് പോയി. ഇറാനാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അത് എന്ത് ചെയ്താലും അത് വിട്ടു നിൽക്കുന്നില്ല. അതിങ്ങനെ മറ്റേ എന്ത് പശയും കൊണ്ട് ഒട്ടിയാലാണ് വിടാതെ, മറ്റേ ഫെവിക്കിക്കോ അങ്ങനെയുള്ള ആ ഒരു പശയൊക്കെ അല്ലേ, അതുകൊണ്ട് ഒട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ സാധനം. അതേപോലെ ഒട്ടി പറഞ്ഞ പോലെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ്റെ നിയന്ത്രണത്തിൽ പോയി. അത് ട്രംപിന് എന്ത് ചെയ്താലും അത് അവിടുന്ന് ആ നിയന്ത്രണം പഴയ പോലെ ആക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ട്രംപ് ഒരു തീരുമാനം ഉണ്ടാക്കി. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ പറഞ്ഞാൽ കേൾക്കുന്ന 2 രാജ്യം മാത്രമേ ഉള്ളൂ. ഒന്ന് റഷ്യ, പിന്നെ ഒന്ന് ചൈന. ഈ ചൈനയും അല്ലെങ്കിൽ റഷ്യയും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ കേൾക്കും ഇല്ലേ, അത് എല്ലാവർക്കും അറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഈ റഷ്യയും ചൈനയും കൂടിയിട്ടാണ്. അതേപോലെ ആയുധങ്ങളുമായിട്ടും അതേപോലെ യുദ്ധത്തിനുള്ള എല്ലാ സാധനങ്ങളായിട്ടും അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചൈനയും റഷ്യയും കൂടിയിട്ടാണ് യുദ്ധത്തിനുള്ള സപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ പണ്ട് മുതലേ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലൊരു ബന്ധത്തിലാണ് അവർ പോകുന്നത്.
നമ്മുടെ ഇന്ത്യയും നല്ലൊരു ബന്ധം തന്നെ ആയിരുന്നു. ഇപ്പം ഈ ഇടയായിട്ട് നമ്മുടെ ഇന്ത്യയും കുറച്ച് വിട്ടു നിൽക്കുകയാണ് കേട്ടോ. അപ്പം ട്രംപ് മനസ്സിലാക്കി ഇനി യുദ്ധം ചെയ്തിട്ടും കാര്യമില്ല, ഹോർമോസ് കടലെടുക്ക് പിടിക്കാനും അത് മാറ്റാനും സഹായിക്കുന്നില്ല, പുറം കടലിൽ ഏത് യുദ്ധക്കപ്പൽ കൊടുന്ന് നിരത്തിയിട്ടും ഒരു രക്ഷയില്ല, എന്ത് ചെയ്യും? ആകെ മൊത്തത്തിൽ 40 ദിവസം എത്ര യുദ്ധം നടന്നില്ലേ? ആ 39 ദിവസം തോന്നുന്നു. ഈ 39 ദിവസം യുദ്ധം നടന്നാൽ അമേരിക്കക്ക് എത്ര ലക്ഷം കോടി ചിലവാണെന്നറിയാം? 3 ലക്ഷം കോടിയാണ് ചിലവ്. മനസ്സിലായില്ലേ? 3 ലക്ഷം കോടിയോ അതിൻ്റെ കൂടുതലോ എന്തോ അത്രയും ചിലവാണ് അമേരിക്കക്ക് ഉണ്ടായത്. മനസ്സിലായില്ലേ? ഇത് അമേരിക്കക്ക് ആകെ സമ്മർദ്ദം. മറ്റുള്ള നാടുകളൊക്കെ ആയിട്ട് ഇത് എന്തിന് ചിലവാക്കി, ആർക്ക് വേണ്ടി ചിലവാക്കി, നമുക്ക് എന്താണ് നേട്ടം എന്നൊക്കെ പറഞ്ഞ് പ്രഷർ ചെയ്യുകയാണ്. പക്ഷെ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ശരി, അങ്ങനെ യുദ്ധം നടങ്ങി ഇത്രയും ലക്ഷം കോടികൾ ചിലവാക്കി, ഒരുപാട് ലക്ഷം കോടികൾ ചിലവാക്കി. എന്നിട്ടും അവർ ഉദ്ദേശിച്ച കാര്യം നടന്നോ? അതാണെങ്കിൽ നടന്നുമില്ല. അവരെന്താണ്, യുറേനിയം അത് അവിടുന്ന് ഫുള്ളായിട്ട് മാറ്റണം, അത് അവിടുന്ന് സമ്മതിക്കില്ല പറഞ്ഞു. അത് മാത്രമല്ല, അതും നടന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങളുമായി. ഇസ്രായേലിലൊക്കെ ഒരുപാട് നഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും നമ്മൾ ന്യൂസ് ചാനലിൽ കൂടെ അറിയാത്ത കാരണം കൊണ്ട് നമുക്കാർക്കും അറിയില്ല. അതേപോലെ ഹോർമോസ് പിടിച്ച കാരണം കൊണ്ട് പാകം നഷ്ടമാണ്. എന്താ ചെയ്യുക? ട്രംപ് എന്നിട്ട് ലാസ്റ്റ് ഒരു വഴിയില്ലാതെ ചൈനയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ചൈനയിലേക്ക് വന്ന് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ അടുത്ത് ഏറ്റവും വിരോധമുള്ള നാട് തന്നെയായിരുന്നു ഈ അമേരിക്ക, അല്ലേ? ചൈനനെ ഏത് തരത്തിലും ബുദ്ധിമുട്ടിക്കോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതേപോലെ ചൈനയും റഷ്യനും ഏറ്റവും ശത്രു നാട് തന്നെയായിരുന്നു അമേരിക്ക. പക്ഷെ ആ അമേരിക്ക തന്നെ ഇപ്പം ചൈനയുടെ അടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോർമോസ് കടലെടുക്ക് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ല. ട്രംപ് ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം. ട്രംപ് ആകെ കുടുങ്ങിയിരിക്കുകയാണ്. മറ്റുള്ള നാടുകളും മറ്റുള്ള ആളുകളും എല്ലാവരും ട്രംപിനെ പ്രഷർ കൊടുത്ത് യുദ്ധത്തിൽ കൊണ്ടുപോയി കാല് വെച്ച് കൊടുത്തിട്ട് അത് ബാക്കിലേക്ക് വലിച്ചു. പക്ഷെ എന്താണ്, ആ നഷ്ടം നികത്താൻ പറ്റാത്ത കാരണം കൊണ്ട് ലാസ്റ്റ് ഒന്നല്ലെങ്കിൽ റഷ്യയിലേക്ക് പോകണം, അല്ലെങ്കിൽ ചൈനയിലേക്ക് പോകണം. ലാസ്റ്റ് ചൈനയിൽ പോയി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമോസ് കടലിലേക്ക് എങ്ങനെയെങ്കിലും തുറക്കണം. അതേപോലെ തന്നെ അവരിത് പിടിച്ചു വെക്കുന്നത് ശരിയാണോ, അവിടുന്ന് ടോൾ പിരിവ് വാങ്ങുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയുടെ അടുത്ത് അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, എന്താ വെച്ചാൽ അമേരിക്കയുടെ ഒരു അടവുണ്ട്. അടവ് ന്യായം എന്ന് പറയാന്നുണ്ടെങ്കിൽ ആരെടുത്തും നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ കാണിക്കും. നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരിക്കും. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ വരിക എന്ന് വെച്ചോ, അമേരിക്ക പറഞ്ഞ ട്രംപ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി മാത്രമായിരിക്കും. പക്ഷെ അവരുടെ ഒരു കാര്യമുണ്ട്. അവരുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കാര്യം അവർ യാതൊരു വിധത്തിലും വിട്ടുകൊടുക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ചൈനയുടെ അടുത്ത് വന്നിട്ട് അവരുണ്ട് ഹോർമോസ് കടലെടുക്ക് തുറക്കണം, അത് ഈ ടോൾ പിരിവും കാര്യങ്ങളൊന്നും പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈന എന്ത് പറഞ്ഞു എന്നറിയോ? ചൈന കുഴപ്പമില്ല, അത് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, അത് നമുക്ക് എങ്ങനെയെങ്കിലും അത് അവർ പിരിക്കുന്നത് ശരിയല്ല, നമുക്ക് അത് എങ്ങനെയെങ്കിലും തുറപ്പിക്കാം എന്ന് ചൈനയും കൂടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തോന്നൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും വലിയൊരു ഭരണാധികാരി വന്ന് പറയുകയാണല്ലോ, ട്രംപ് പറഞ്ഞ ആ ഒരു ഇതിന് മാനിക്കണമല്ലോ. നമ്മൾ നേരടി ആണെന്നും പറ്റില്ല, നിങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങളാണെന്നും ശരിയാക്കില്ല, ഞങ്ങളൊന്നും പോയി പറയില്ല എന്നൊന്നും ചൈന പറയില്ല. അത് ചൈനയെന്നല്ല, ഏത് രാഷ്ട്രത്തലവന്മാരും അങ്ങനെ നേരിട്ട് പോകുമ്പോൾ അവർ ഉടനെ പറ്റില്ല എന്ന് പറയില്ല. അവർ ശരി എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുത്ത് അവർ എല്ലാ ലോകിയെ കൂടിയിട്ട് തന്നെ പിരിയുള്ളൂ. എന്നിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാവും അതിൻ്റെ കറക്റ്റായ റിസൾട്ട് അറിയാം. അപ്പോൾ ഇതുവരെ ചൈന ട്രംപ് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹോർമോസ് കടലെടുക്ക് നമുക്ക് തുറക്കാം, അതേപോലെ ടോൾ പിരിവ് പാടില്ല, അതേപോലെ എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്കൊരു ഇത് കൊണ്ടുവരാം. അങ്ങനെ ഇനി ചൈനയുടെ സഹായം ഇനി ഇറാനിന് കിട്ടാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ അവർ ചൈന പ്രതികരിക്കും, ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടല്ലോ, ട്രംപും ചൈനയും കൂടിയിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച എങ്ങനെയാണ് എന്നുള്ളത് ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് അറിയുള്ളൂ. അഥവാ ഇനി ചൈന ഇനിയിപ്പോൾ അമേരിക്കയുടെ കൂടെ കൂടിയിട്ട് ട്രംപിൻ്റെ വാക്കുകൾ കേട്ട് കുഴപ്പമില്ല, ഇറാൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇനി നമുക്ക് യുദ്ധമൊന്നും വേണ്ട, എല്ലാം അവസാനിക്കുക, അമേരിക്കയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എല്ലാം സോൾവായി. ഇപ്പോൾ പാകിസ്ഥാനിൽ വെച്ചിട്ട് കുറേ ചർച്ച ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഒരു 10ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു 10ഓളം ലിസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അത് നമ്മളിതിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള ചർച്ചയൊക്കെ ഒരുപാട് നോക്കി അമേരിക്ക, അതൊക്കെ ഫെയിലിയറാണ്. പക്ഷേ കൂടിക്കാഴ്ചയൊക്കെ നടന്നു, പക്ഷെ അതൊന്നും ശരിയായില്ല. എന്നിട്ട് ഇപ്പോൾ അതാ ചൈനയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ചൈന എന്താണ്, ഇറാനെ ഇനി വിളിച്ച് സംസാരിക്കുമോ, അത് യുദ്ധം അവസാനിക്കുമോ, ഹോർമോസ് കടലെടുക്ക് തുറക്കുമോ, നമുക്ക് ഗ്യാസും പെട്രോളും എല്ലാം വരുമോ? ഹോർമോസ് കടലെടുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ സുഖം തന്നെയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ക്ഷാമം ഉണ്ടാകില്ല, പെട്രോളും ഇന്ധനമൊക്കെ വില കുറയും, അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ വില കുറയും. ഇനിയും കൂടുതൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പ്രശ്നം നമ്മുടെ അടുക്കള വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ചൈന എന്ത് പറയും, ചൈന പറയുന്നത് ഇറാൻ കേൾക്കുമോ എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാനെ ഫുള്ള് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ചൈനയും റഷ്യയും കൂടിയിട്ടാണ്. പക്ഷേ ചൈന ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇറാന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ട്രംപ് വന്നിട്ടുണ്ടാകുക. ഒരു സപ്പോർട്ടും കൊടുക്കരുത്, ഇനി അമേരിക്ക ചൈനയുടെ കൂടെ നിൽക്കുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് ചൈന ഒരു പക്ഷേ ഓക്കെ എന്ന് പറയുകയെന്നുണ്ടെങ്കിൽ ഇറാനെ യാതൊരു സപ്പോർട്ടും ചൈന പിന്തുണയ്ക്കില്ല. അപ്പോൾ ഇറാന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ചേർന്ന് വീണ്ടും യുദ്ധം വരും. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചൈന സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഒറ്റപ്പെട്ട രീതിയിലാവും. പിന്നെ റഷ്യയുടെ ഒരു സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിനിപ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലാവും ഇറാൻ ഇനി എങ്ങനെ നോക്കി കാണും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി 1-2 ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാട്ടോ. ഏകദേശം നോക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഇറാൻ്റെ ഒരൊറ്റ കാര്യത്തെ തീരുമാനം തന്നെയാണ് ഈ കാര്യത്തിൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താ വെച്ചാൽ ഇറാന് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ ലാഭം അല്ല, ജീവനഷ്ടം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു യുദ്ധം കൊണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു വിധത്തിൽ അവർക്ക് ഭയങ്കര തീരാ നഷ്ടം അവരുടെ ഒരു മനസ്സിലുണ്ട്. അത് കാരണം കൊണ്ടാണ് ആര് പറഞ്ഞാലും ഇപ്പോൾ അവർ അംഗീകരിക്കാത്തത്. പൈസ നഷ്ടം അതേപോലെ മറ്റുള്ള നഷ്ടമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാ നാളും ശരി പോട്ടെ, അവരും നമ്മളും അങ്ങോട്ടും അടിച്ചു അവരും ഇങ്ങോട്ടും അടിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒക്കെ സോൾവ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ജീവനഷ്ടത്തിന് മരണത്തിനൊന്നും ഈക്വൽ ആകാൻ ഒന്നും സാധിക്കില്ല. എത്ര എമൗണ്ട് എത്ര പൈസ കൊടുത്താലും എന്ത് തന്നെ തീരുമാനിച്ചാലും ഈ മരണപ്പെട്ട ആളുകൾ ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ ആ ഒരു തീരാ നഷ്ടം ഇറാൻ്റെ മനസ്സിൽ എന്നുമുണ്ട്. അപ്പോൾ ഇനി ചൈന പറഞ്ഞത് അവർ എടുക്കുമോ, അതാ ഈ യുദ്ധം നിർത്തുമോ, ഹോർമോസ് കടലെടുക്ക് ഇനി തുറക്കുമോ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇനി ഒരു 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാട്ടോ. ഇറാൻ്റെ ഒരൊറ്റ തീരുമാനം എന്നുള്ള നിലയ്ക്ക് അവർ ഇനി ഇത് തുറക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ദിവസം ആവാതെ എന്തായാലും ലാസ്റ്റ് തുറന്നല്ലേ പറ്റുള്ളൂ. മറ്റുള്ള നാടുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്തായാലും വിട്ടുകൊടുക്കണം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ കൂടെ ഏറ്റവും കടുംപിടുത്തത്തിൽ നിൽക്കാൻ പറ്റിയ ചാൻസാണ് ഈ ഹോർമോസ് കടലെടുക്ക്. അതാണ് അമേരിക്കനെ ഏറ്റവും മുട്ടുകുത്തിക്കാൻ പറ്റിയ ഒരു ചാൻസ് എന്നുള്ളത് ഇറാൻ അറിയാം. പക്ഷേ ആ ഒരു കാര്യം ചൈന പറഞ്ഞ് അംഗീകരിക്കുകയോ ഇല്ലേ എന്നുള്ളത് നോക്കിക്കാണാം.